ഹലോ, വെൽക്കം ടു ക്ലാസ് ബെൽ. ജേക്കബ്സ് എഴുതിയ ലോകപ്രശസ്തമായ ഒരു ചെറുകഥയാണ് മങ്കീസ് പോ. ഇതിൽ പ്രധാനമായിട്ട് 4 കഥാപാത്രങ്ങളാണുള്ളത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈറ്റ്, അവരുടെ മകനായ ഹെർബർട്ട് വൈറ്റ്, അതുപോലെ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു പട്ടാളക്കാരനായിരുന്ന മോറിസ്, സർജൻ മോറിസ്. ഇത്രയും പേരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ കഥ ആരംഭിക്കുന്നത് ഒരു തണുത്തുറഞ്ഞ രാത്രിയിലാണ്. അന്ന് നല്ല ഇരുട്ടും അതുപോലെ തന്നെ വീശിയടിക്കുന്ന കാറ്റും ഉണ്ടായിരുന്നു. തൻ്റെ വീട്ടിലിരുന്ന് മിസ്റ്റർ വൈറ്റ് തൻ്റെ മകനുമായി ചെസ്സ് കളിക്കുകയായിരുന്നു. അവരുടെ വീടിനകത്ത് ഒരു ഫയർ പ്ലേസ് ഉണ്ട്. യൂറോപ്പിലൊക്കെ തണുപ്പ് അകറ്റാൻ വേണ്ടി വീട്ടിൽ മുറിക്കകത്ത് തന്നെ തീ കത്തിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് മിസ്സിസ് വൈറ്റ് തുണികളൊക്കെ തുന്നുകയായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ചെസ്സ് കളിക്കുന്നു. ചെസ്സ് കളിക്കുമ്പോൾ മകൻ അച്ഛനെ ചെസ്സിൽ തോൽപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് തോൽക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മിസ്റ്റർ വൈറ്റിന് ശകലം ദുഃഖമൊക്കെയുണ്ട്. ആ സമയത്ത് മിസ്റ്റർ വൈറ്റ് മകനോട് പറയുന്നു, ഹാക്ക് അറ്റ് ദി വിൻഡ്, അതായത് ആ കാറ്റിന്റെ ഒച്ച ശ്രദ്ധിക്കൂ. അപ്പൊ മകൻ പറയുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വീട് ഒരു കുറച്ച് ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വഴികളെ പറ്റിയൊക്കെ, ആ വീട്ടിലേക്ക് വരുന്ന വഴികളെ പറ്റിയൊക്കെ വഴിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വഴി വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ ആതിഥേയനുണ്ടാകുന്ന ആ ഒരു വലിയ തിടുക്കത്തോടെ മിസ്റ്റർ വൈറ്റ് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഡോറ് തുറന്ന് സർജന്റ് മേജർ മോറിസുമായിട്ട് അദ്ദേഹം അകത്തേക്ക് വന്നു. സർജന്റ് മേജർ മോറിസും പ്രായമായ ഒരാളാണ്. അദ്ദേഹം വളരെ വർഷങ്ങളോളം വിവിധ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ഈ ഫയർ പ്ലേസിനടുത്തതായിട്ട് മിസ്റ്റർ വൈറ്റ് കൊണ്ട് ഇരുത്തി. അതിനുശേഷം അദ്ദേഹത്തിന് കുടിക്കാനായി വിസ്കി നൽകി. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഫയർ പ്ലേസിനടുത്തിരുന്ന് വിസ്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ഗ്ലാസ് ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മേജർ മോറിസ് സംസാരിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം വളരെയധികം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അതുപോലെ പല യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്ലേഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്, വളരെ വിചിത്രമായ ആളുകളെയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം തന്റെ യാത്രകളെ പറ്റിയൊക്കെ വിശദീകരിക്കുമ്പോൾ മിസ്റ്റർ വൈറ്റ് പറയുന്നു, എനിക്ക് ഇന്ത്യയിൽ പോകാൻ താല്പര്യമുണ്ട്, ഇന്ത്യ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സർജൻ മേജർ മോറിസ് പറയുന്നു, നിങ്ങൾ എവിടെയാണോ അവിടെ ഇരിക്കുകയാണ് നല്ലത്, ഒത്തിരി യാത്രയൊന്നും ഇന്ത്യയിലേക്ക് പോവണ്ട എന്ന്. അപ്പൊ മിസ്റ്റർ വൈറ്റ് പറയുന്നു, അല്ല, എനിക്ക് ഇന്ത്യയിലെ പഴയ അമ്പലങ്ങളൊക്കെ കാണണം, അവിടെ ഫക്കീർമാർ, അതായത് മുസ്ലിം പണ്ഡിതന്മാര്, അവരെയൊക്കെ കാണണം, അതുപോലെ ജഗ്ലേഴ്സ് ഉണ്ട്, ഇങ്ങനെ മുകളിലേക്ക് കുപ്പിയൊക്കെ എറിഞ്ഞിട്ട് പിടിക്കുന്നവരുണ്ട്, അങ്ങനെ സ്ട്രീറ്റിൽ ഓരോ ജാലവിദ്യ കാണിക്കുന്നവരാണ് ജഗ്ലേഴ്സ്. അപ്പൊ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മിസ്റ്റർ വൈറ്റ് ചോദിക്കുന്നത് മേജർ മോറിസിനോട്, നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മങ്കീസ് പോയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, എന്താണ് അത് മുഴുവൻ പറഞ്ഞില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് മിസ്റ്റർ വൈറ്റ് ചോദിക്കുന്നത്. അപ്പം മേജർ മോറിസ് പറഞ്ഞു, ഓ അതൊന്നുമില്ല, അത് കേൾക്കാൻ കൊള്ളുന്ന ഒരു കാര്യം അല്ല എന്ന്. അപ്പോൾ വീണ്ടും മിസ്റ്റർ വൈറ്റിന് ഉത്സാഹമായി. മറ്റു 2 പേരും, അതായത് മിസ്സിസ് വൈറ്റും ഹെർബർട്ടും അദ്ദേഹത്തിനെ നിർബന്ധിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ മേജർ മോറിസ് മങ്കീസ് പോയെ പറ്റി പറയാൻ ആരംഭിച്ചു. മങ്കീസ് പോ അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് എടുത്തവരെ കാണിച്ചു. മേജർ മോറിസ് അവരെ എല്ലാവരെയും ആ മങ്കീസ് പോ പരിചയപ്പെടുത്തുന്നു. മങ്കീസ് പോ എന്നത് ഒരു മമ്മിഫൈഡ് ആയിട്ടുള്ള ഒരു വസ്തുവായിരുന്നു. അതായത് ഒരു കുരങ്ങിന്റെ കൈപ്പത്തി മമ്മിഫിക്കേഷൻ നടത്തിയതായിരുന്നു. മമ്മിഫൈഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് കുറേ കാലത്തേക്ക് ചീത്തയാവാതെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മങ്കിയുടെ കൈപ്പത്തിയായിരുന്നു ഇദ്ദേഹം കാണിച്ചത്. അപ്പം ഇതിനെന്താണ് പ്രത്യേകത എന്ന് മിസ്റ്റർ വൈറ്റ് ചോദിക്കുന്നു. അപ്പോൾ മേജർ മോറിസ് പറഞ്ഞു, ഇത് ഒരു ഓൾഡ് ഫക്കീർ, ഒരു വിശുദ്ധനായ ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം തൻ്റെ മന്ത്രശക്തി കൊണ്ട് ധാരാളം മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഇതിന് കുറച്ച് മാജിക്കൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് 3 ആൾക്കാരുടെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അതായത് ഒരു വ്യക്തിക്ക് 3 ആഗ്രഹങ്ങൾ ആവശ്യപ്പെടാം ഇതുകൊണ്ട്. അപ്പോൾ ഫക്കീർ വിശ്വസിച്ചിരുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്നത് വിധി നയിക്കുന്നതാണ്. ആ വിധിയിൽ നമ്മൾ മനഃപൂർവ്വം ഇതുപോലെ എന്തെങ്കിലും മാജിക്കൽ പവർ ഉപയോഗിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാവും എന്നാണ്. അങ്ങനെ അവരത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹെർബർട്ട് പെട്ടെന്ന് തന്നെ അത് കയ്യിലെടുത്തു. പെട്ടെന്ന് എടുത്ത് അത് പരിശോധിക്കാനായിട്ട്
തുടങ്ങി. എന്നിട്ട് മിസ്സസ് വൈറ്റ് മേജറിനോട് ചോദിക്കുന്നു, താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചോ? താങ്കളുടെ 3 ആഗ്രഹങ്ങൾ സാധിച്ചോ? അപ്പോൾ മേജർ പറഞ്ഞു, സാധിച്ചു, എൻ്റെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് മറ്റാരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ മേജർ മോറിസ് പറയുന്നു, എനിക്ക് മുമ്പ് ഒരാൾ ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 ആഗ്രഹങ്ങൾ എനിക്കറിയില്ല. പക്ഷേ 3ാമത്തെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ തന്നെ മരണമായിരുന്നു. അതായത് അയാൾ മങ്കിപ്പോയോട് പറഞ്ഞത് മരിക്കണമെന്നാണ്. അങ്ങനെ അയാൾ മരിച്ചു. അതിനുശേഷമാണ് ഈ മങ്കിപ്പോ മേജർ മോറിസിൻ്റെ കയ്യിലെത്തിയത്. അപ്പോൾ മോറിസിൻ്റെയും 3 ആഗ്രഹങ്ങൾ സാധിച്ചു. അപ്പോൾ ഇനി ഇതുകൊണ്ട് അദ്ദേഹത്തിന് പ്രയോജനമില്ല. അതുകൊണ്ട് അത് അദ്ദേഹം വിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മേജർ മോറിസ് പെട്ടെന്ന് ആ മങ്കിപ്പോയി എടുത്ത് തീയിലേക്ക് എറിഞ്ഞു. മിസ്റ്റർ വൈറ്റ് പെട്ടെന്ന് തന്നെ തീയിൽ നിന്ന് അതെടുത്ത് തൻ്റെ കയ്യിൽ വെച്ചു. അപ്പം മേജർ മോറിസ് വീണ്ടും പറയുന്നുണ്ട്, അത് ആവശ്യത്തിലേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, കളഞ്ഞേക്കാൻ. പക്ഷേ മിസ്റ്റർ വൈറ്റ് അത് തൻ്റെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടേയിരുന്നു. മിസ്റ്റർ വൈറ്റ് മോറിസിനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഇതിലെ ആഗ്രഹങ്ങളൊക്കെ പറയേണ്ടത്, എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? അപ്പോൾ മോറിസ് പറയുന്നു, ഇത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ ആഗ്രഹം ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇനി ആഗ്രഹം എന്ന് അവർ 3 പേരും കൂടി ആലോചിച്ചു. എന്താണ് ഇതിനോട് ആഗ്രഹം പറയേണ്ടത്? അപ്പോൾ മിസ്സിസ് വൈറ്റ് വളരെ തമാശയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ജോലിയൊന്നും ചെയ്ത് തീരുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു 4 ജോഡി കൈകൾ കൂടി തരാൻ അതിനോട് പറയൂ എന്ന് ഹസ്ബൻഡിനോട് പറയുന്നു. 4 ഫെയേഴ്സ് ഓഫ് ഹാൻഡ് ഫോർ മീ, അങ്ങനെ മിസ്സിസ് വൈറ്റ് പറയുന്നു. അപ്പോൾ ബാക്കി 2 പേരും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നാൽ മേജർ മോറിസ് അത് അത്ര തമാശയായിട്ട് കണക്കാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിനോട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ വേണം പറയാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മേജർ മോറിസ് യാത്ര പറഞ്ഞ് ഇവരുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം മിസ്സിസ് വൈറ്റും മിസ്റ്റർ വൈറ്റും അതുപോലെ ഹെർബർട്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നു, എന്തായിരിക്കും ആഗ്രഹം പറയേണ്ടത്. അപ്പോൾ ഹെർബർട്ട് വളരെ തമാശയായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ വളരെ റിച്ചായി മാറുമായിരിക്കും, അതുപോലെ വളരെ പ്രശസ്തരാവാം, അല്ലെങ്കിൽ അച്ഛനൊരു എംപറർ ചക്രവർത്തി ആകണമെന്ന് ആഗ്രഹിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നുണ്ട്. അപ്പോൾ കുറേ സമയത്തെ ഇങ്ങനെയുള്ള ഡിസ്കഷന് ശേഷം അവർ ഒരു തീരുമാനത്തിലെത്തി. അതായത് ഈ വീടിന് ഒരു 200 പൗണ്ട്സിൻ്റെ കടമുണ്ട്, എങ്കിൽ ആ പൈസ തരാൻ പറയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മിസ്റ്റർ വൈറ്റ് ഈ മങ്കിപ്പോ കയ്യിൽ വെച്ചുകൊണ്ട് ഉറക്കെ 200 പൗണ്ട്സ് ആവശ്യപ്പെടുന്നു. അപ്പോൾ പെട്ടെന്ന് പൈസയൊന്നും വന്നില്ല. ആ സമയത്ത് അവർ പറഞ്ഞു, പൈസയൊന്നും കിട്ടിയില്ലല്ലോ, കിട്ടുമായിരിക്കും. അപ്പോൾ മിസ്റ്റർ വൈറ്റ് പറയുന്നുണ്ട്, മേജർ മോറിസ് പറഞ്ഞത് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഈ ആഗ്രഹങ്ങൾ നടത്തി തരുമെന്നാണ്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് അവർ പറയുന്നു. അങ്ങനെ കുറച്ച് സമയം കൂടി അവർ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അതിനുശേഷം മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈറ്റ് കിടക്കാനായിട്ട് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഹെർബർട്ട് അവരോട് പറയുന്നു, അവരുടെ മകനായ ഹെർബർട്ട് പറയുന്നു, ചിലപ്പോൾ നിങ്ങളുടെ ബെഡിൽ രാത്രിയിൽ ഇത്രയും പൈസ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നു. അവർ ഉറങ്ങാൻ പോയതിനു ശേഷം ഹെർബർട്ട് ആ തീയുടെ അടുത്ത് തനിയെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആ തീയിൽ എന്തൊക്കെയോ മുഖങ്ങളൊക്കെ കാണുന്നത് പോലെ ഹെർബർട്ടിന് തോന്നി. അദ്ദേഹത്തിന് ഭയം തോന്നി. പെട്ടെന്ന് തന്നെ ഈ ഹെർബർട്ട് തൻ്റെ സ്വന്തം മുറിയിലേക്ക് കയറി പോവുകയാണ്. യൂണിറ്റ് 2 ആണിത്. ഇതാണ് നമുക്ക് പുസ്തകത്തിൽ തന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പ്. തലേ ദിവസത്തെ രാത്രിയെ അപേക്ഷിച്ച് പിറ്റേ ദിവസം വളരെ ശാന്തമായിരുന്നു അന്തരീക്ഷം. അവർ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഒത്തുകൂടി. അവിടെ ഹെർബർട്ട് എപ്പോഴും തമാശ പറയുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി, പൈസ കിട്ടാത്തതിനെ പറ്റിയൊക്കെ ഇവർ 3 പേരും കൂടി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മിസ്സിസ് വൈറ്റ് പറയുന്നു, എല്ലാ സോൾജിയേഴ്സും ഒരുപോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവരിങ്ങനെ ധാരാളം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൈസ കിട്ടാത്തതിനെ പറ്റി പറയുമ്പോൾ മിസ്റ്റർ വൈറ്റ് പറയുന്നുണ്ട്, മോറിസ് പറഞ്ഞിരിക്കുന്നത് നാച്ചുറലായിട്ട് സംഭവിക്കുമെന്നാണ്, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും അവർക്ക് തലേ ദിവസത്തെ അത്ര ആ മങ്കിപ്പോയിൽ അത്ര വിശ്വാസമൊന്നും ഇല്ല. അങ്ങനെ അവർ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹെർബർട്ടിന് പോകാനുള്ള സമയമായി. അപ്പോൾ പോകുമ്പോൾ ഹെർബർട്ട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് പൈസ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഹെർബർട്ട് പോയ വഴിയെ അമ്മ കുറേ സമയം നോക്കി നിൽക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് മിസ്സിസ് വൈറ്റ് പറയുകയാണ്, അവൻ തിരിച്ചു വരുമ്പോൾ ഇതിൽ കൂടുതൽ തമാശകൾ പറയുമായിരിക്കും ഈ പൈസയെ പറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിസ്സിസ് വൈറ്റ് ശ്രദ്ധിക്കുന്നു, ഒരാൾ
തങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വരുന്നുണ്ട്. ഗേറ്റ് തുറക്കാനായി ഭാവിക്കുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ 2-3 തവണയായിട്ട് ആവർത്തിക്കുന്നു. പെട്ടെന്ന് തന്നെ മിസ്സിസ് വൈറ്റിൻ്റെ മനസ്സിൽ ഒരു മെൻ്റൽ കണക്ഷൻ വരുന്നുണ്ട്, ആ 200 പൗണ്ട്സ് കിട്ടാനുണ്ടല്ലോ എന്ന്. അപ്പം അവർ ആ മനുഷ്യനെ ശ്രദ്ധിക്കുന്നു. അയാൾ വളരെ വളരെ വെൽ ഡ്രസ്ഡ് ആണ്. അതുപോലെ സിൽക്കിൻ്റെ ഹാറ്റാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഒരു തിളക്കമുണ്ട്, അതായത് എല്ലാം ഒരു പുതുമ തോന്നുന്ന വസ്ത്രധാരണമാണ്. അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം ഗേറ്റിൻ്റെ അടുത്ത് വരും, വീണ്ടും പുറത്തേക്ക് പോകും. അങ്ങനെ 4-മത്തെ തവണ ഉറച്ചൊരു തീരുമാനത്തോടെ അദ്ദേഹം വന്ന് ആ ഗേറ്റ് തുറന്ന് ഇവരുടെ വീടിനകത്തേക്ക് വരികയാണ്. ആ സമയത്ത് തന്നെ മിസ്സിസ് വൈറ്റ് ആ ഗസ്റ്റ് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോന്നു. അപ്പോൾ അവർ അടുക്കളയിൽ നിന്ന് വന്നതായതുകൊണ്ട് അവരുടെ മേത്ത് ഒരു ഏപ്രൺ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ അഴിച്ചു വെച്ചിട്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് ആ പൂമുഖത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സ്ട്രേഞ്ചർ അവിടെ വന്ന് നിന്നു. അദ്ദേഹം ഇവരെ വളരെ സൂക്ഷിച്ച് നോക്കി. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാൻ വരുന്നത് മോ ആൻഡ് മെഗിൻസിൽ നിന്നാണ്. അത് ഹെർബർട്ട്, ഇവരുടെ മകനായ ഹെർബർട്ട് ജോലി ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിസ്സിസ് വൈറ്റ് ചോദിച്ചു, എന്താ പ്രശ്നം, അവിടെ ഹെർബർട്ടിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മിസ്റ്റർ വൈറ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇല്ല, ഒന്നും സംഭവിച്ചു കാണില്ല, നീ പെട്ടെന്ന് തന്നെ കൺക്ലൂഷൻസിലേക്കൊന്നും എത്താതെ, നിങ്ങളൊരു മോശം വാർത്ത കൊണ്ടൊന്നും അല്ലല്ലോ വന്നത് എന്ന് മിസ്റ്റർ വൈറ്റ് ആ വന്നയാളോട് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഐ ആം സോറി, അതായത് ഞാനൊരു മോശം വാർത്ത കൊണ്ട് തന്നെയാണ് വന്നത്. ഈസ് ഹി ഹർട്ട്? അപ്പോൾ മിസ്സിസ് വൈറ്റ് അങ്ങനെയാണ് ചോദിക്കുന്നത്, ഈസ് ഹി ഹർട്ട്, അവന് എന്തെങ്കിലും വേദന എടുത്തോ, അവൻ എന്തെങ്കിലും മുറിവേറ്റോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വന്നയാൾ പറഞ്ഞു, മുറിവേറ്റു, വളരെ മാരകമായിട്ട് മുറിവേറ്റു, പക്ഷെ ഇപ്പം അവന് വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മിസ്സിസ് വൈറ്റ് പറഞ്ഞു, താങ്ക് ഗോഡ്. പിന്നെയാണ് അവർ ആലോചിക്കുന്നത്, അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു അർത്ഥമില്ലേ, അതായത് വളരെയധികം മുറിവേറ്റു, ഇപ്പോൾ വേദന എടുക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഹെർബർട്ട് മരിച്ചു എന്നാണ്. അപ്പം മിസ്റ്റർ വൈറ്റിനും മിസ്സിസ് വൈറ്റിനും വളരെയധികം ദുഃഖമുണ്ടായി. അവരുടെ ഏക മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏക മകനായിരുന്നു എന്ന്. അപ്പോൾ ആ വന്നയാൾ പറയുന്നു, അവനൊരു മിഷനറിക്കകത്ത് പെട്ടുപോയി, അതിനകത്ത് കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, പക്ഷേ ഇവിടെ വന്ന് നിങ്ങളോട് അങ്ങേയറ്റം സിൻസിയർ ആയിട്ടുള്ള ഒരു സിമ്പതി അറിയിക്കണമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഞാനും അവരുടെ ഒരു എംപ്ലോയി മാത്രമാണ്, ഞാനും ആ കമ്പനിയിലെ ഒരു എംപ്ലോയി മാത്രമാണ്. എനിക്ക് അവരുടെ ഓർഡറുകൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം എന്ന് പറയുന്നു. അപ്പോൾ കമ്പനിക്ക് ഫോർമലായിട്ട് ഇതിനകത്തൊരു ഇടപാടുകളും ഇല്ല. എങ്കിലും ഹെർബർട്ടിൻ്റെ സേവനങ്ങളെ മുൻനിർത്തി അവന് കുറച്ച് പൈസ കൊടുക്കാൻ കമ്പനി തീരുമാനിച്ചു എന്ന് വന്നയാൾ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിസ്റ്റർ വൈറ്റ് ചോദിക്കുന്നു, ഹൗ മച്ച്? അദ്ദേഹം വളരെ പരിഭ്രാന്തിയോടെ ചോദിക്കുന്നു, ഹൗ മച്ച്, എത്രയാണ്? അപ്പോൾ ആ വന്നയാൾ പറഞ്ഞു, 200 പൗണ്ട്സ്. അങ്ങനെ മിസ്റ്റർ വൈറ്റും മിസ്സിസ് വൈറ്റും വളരെയധികം തകർന്നു പോയി. അവരുടെ ഏക മകൻ നഷ്ടപ്പെട്ടു. ഇത് 3rd പാർട്ടാണ്. ഹെർബർട്ടിൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈറ്റ് തങ്ങളുടെ ആ നിശബ്ദമായ വീട്ടിലേക്ക് തിരികെ എത്തി. അപ്പോൾ അവരുടെ ദിവസങ്ങളൊക്കെ വളരെ നീണ്ടതായിട്ട് അവർക്ക് തോന്നി. അവർ തമ്മിൽ പരസ്പരമൊന്നും തന്നെ സംസാരിക്കാറില്ല, വല്ലപ്പോഴും ചില വാക്കുകൾ മാത്രം എക്സ്ചേഞ്ച് ചെയ്യും. കാരണം അവരുടെ ഏക പ്രതീക്ഷയായ മകൻ നഷ്ടപ്പെട്ടു. ആ പ്രായമായ ഹൃദയങ്ങൾക്ക് ആ ഒരു കാര്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ മിസ്റ്റർ വൈറ്റ് തിരിച്ചറിയുന്നു, മിസ്സിസ് വൈറ്റ് ആ കട്ടിലിൽ കിടക്കുന്നില്ല. അപ്പോൾ എന്തിയെ, എവിടെ പോയി എന്നുള്ള ഒരു അർത്ഥത്തിൽ മിസ്റ്റർ വൈറ്റ് ചാടി എണീറ്റ് നോക്കുമ്പോൾ പുറത്തേക്ക് കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന മിസ്സിസ് വൈറ്റിനെയാണ് അദ്ദേഹം കണ്ടത്. ജനലിലൂടെ അവർ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവരവിടെ നിന്ന് കരയുന്നുമുണ്ട്. ആ മുറി മുഴുവൻ ഇരുട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, തിരിച്ചു വന്ന് കിടക്ക്, ഭയങ്കര തണുപ്പുള്ള ദിവസമാണ്, നിങ്ങൾ തിരിച്ചു വന്ന് കിടക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിസ്സിസ് വൈറ്റ് പറയുന്നു, എൻ്റെ മകന് ഇതുപോലെ തന്നെ തണുപ്പാണ്, അതായത് അവൻ സെമിത്തേരിയിൽ തണുത്തുറഞ്ഞ് കിടക്കുന്നു. എന്നിട്ട് അവർ വീണ്ടും കരയാനായിട്ട് തുടങ്ങി. കുറേ നേരം കരഞ്ഞതിനു ശേഷം പെട്ടെന്ന് അവർ എഴുന്നേറ്റ് ചോദിച്ചു, എവിടെയാണ് മങ്കീപ്പോ? നിങ്ങളത് നശിപ്പിച്ച് കളഞ്ഞോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, അത് താഴെ പാർലറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ കരയുകയും ചിരിക്കുകയും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തു. ആദ്യം കരഞ്ഞു, പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വേഗം പോയി അത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ഇതിനെപ്പറ്റി മുമ്പ് ചിന്തിക്കാതിരുന്നത് എന്ന് മിസ്സിസ് വൈറ്റ് സ്വയം ചോദിച്ചു. ഒരു ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ അവർ ഒച്ച വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനെപ്പറ്റി ചിന്തിച്ചില്ല എന്നാണ് നീ പറയുന്നത്? അപ്പോൾ മിസ്സിസ് വൈറ്റ് പറഞ്ഞു, നമ്മുടെ ഒരാഗ്രഹം മാത്രമേ മങ്കീപ്പോ നിറവേറ്റി തന്നിട്ടുള്ളൂ, ബാക്കി 2 ആഗ്രഹങ്ങൾ കൂടി നമുക്ക് പറയാമല്ലോ, അതുകൊണ്ട് വേഗം പോയി അത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറയുന്നു. അപ്പോൾ മിസ്റ്റർ വൈറ്റ്
ചോദിക്കുന്നുണ്ട്, ആ ഒരാഗ്രഹം തന്നെ മതിയായില്ലേ, അത് തന്നെ ആവശ്യത്തിനില്ലേ എന്ന്. പക്ഷേ മിസ്സസ് വൈറ്റ് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. വേഗം പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഒച്ച വെക്കുന്നു. അപ്പോൾ നിനക്ക് വട്ടായി പോയി എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ വൈറ്റ് പതുക്കെ താഴേക്ക് പോയി തപ്പാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ക്യാൻഡിലും ഒക്കെ ആയിട്ട് താഴേക്ക് പോവുകയാണ്. അങ്ങനെ താഴെ ചെന്ന് അദ്ദേഹം അത് പിന്നെ കണ്ടുപിടിക്കുന്ന സമയത്തും മിസ്സസ് വൈറ്റ് ഇങ്ങനെ മുകളിൽ ഒച്ച വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അതിനെ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് മിസ്സസ് വൈറ്റ് വളരെയധികം ഒച്ചയെടുത്തു. താഴേക്ക് പോകുന്നതിന് മുൻപുള്ള സംസാരത്തിൽ മിസ്സസ് വൈറ്റ് മിസ്റ്റർ വൈറ്റിനോട് പറയുന്നുണ്ട്, 2 ആഗ്രഹങ്ങൾ കൂടി നമുക്ക് സാധിക്കാമല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ മകനെ ആവശ്യപ്പെടാമെന്ന് മിസ്റ്റർ വൈറ്റിനോട് പറയുന്നുണ്ട്. അപ്പം മിസ്റ്റർ വൈറ്റ് അവരെ ആകുന്നത് തിരുത്താനായിട്ട് നോക്കി. കാരണം ഞാൻ അവൻ്റെ ഡ്രസ്സ് മാത്രം കണ്ടാണ് അവനെ തിരിച്ചറിഞ്ഞത്. കാരണം അത്രയേറെ ആ ബോഡി മുറിവേറ്റു. അപ്പോൾ ആ മുറിവേറ്റ രൂപത്തിൽ അവൻ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ മിസ്റ്റർ വൈറ്റിന് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവനെ ഡ്രസ്സ് കണ്ടാണ് അവനെ തിരിച്ചറിഞ്ഞത്, അവൻ്റെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പറഞ്ഞിട്ടും മിസ്സസ് വൈറ്റ് കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അദ്ദേഹം മങ്കിപ്പോ എടുക്കാൻ താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ താഴെ അദ്ദേഹം ഡാർക്ക്നെസ്സിൽ ഇതിങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം അദ്ദേഹം ചിന്തിക്കുകയാണ്, ആ മുറിവേറ്റ മകനെ ഇത് കാരണം എൻ്റെ മുമ്പിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. അപ്പം മിസ്സസ് വൈറ്റിൻ്റെ ആഗ്രഹത്തിന് അദ്ദേഹം എതിരാണ്. അങ്ങനെ അദ്ദേഹം അവസാനം ആ മങ്കിപ്പോ കണ്ടെത്തുകയും അതുമായിട്ട് തിരിച്ച് മുറിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ മിസ്സസ് വൈറ്റ് അദ്ദേഹത്തിനോട് പറയുന്നു ആഗ്രഹം പറയാൻ. അപ്പോൾ അദ്ദേഹം ആകുന്നത് തിരുത്തി നോക്കിയിട്ടും അവർ വീണ്ടും വീണ്ടും പറഞ്ഞു ആഗ്രഹം പറയാൻ. അങ്ങനെ അദ്ദേഹം മങ്കിപ്പോ കയ്യിൽ ഉയർത്തിയിട്ട്, ഐ വിഷ് മൈ സൺ അലൈവ് അഗെയിൻ, എൻ്റെ മകൻ വീണ്ടും ജീവനോടെ തിരിച്ചു വരണമെന്ന ആഗ്രഹം പറയുന്നു. ആ സമയത്ത് മങ്കിപ്പോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും അത് ഒന്ന് അനങ്ങുകയും ചെയ്തു. അങ്ങനെ തന്നെയായിരുന്നു ആദ്യം അവർ 200 പൗണ്ട്സ് ചോദിച്ച സമയത്തും. അതായത് വിഷു പറഞ്ഞു കഴിയുമ്പോൾ ഈ മങ്കിപ്പോ കയ്യിൽ നിന്ന് താഴെ പോവുകയും അതൊരു പാമ്പിനെ പോലെ എഴയുകയും ചെയ്യും കുറച്ച് സമയത്തേക്ക്. അപ്പം ഈ ആഗ്രഹം പറഞ്ഞു, ഇത് ഇങ്ങനെ അനങ്ങുകയും ചെയ്തു. അതിനുശേഷം അവർ രണ്ടുപേരും ആ മുറിയിൽ കട്ടിലിൽ വന്ന് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം അവരിങ്ങനെ ഇരിക്കുന്നു ഇരുട്ടത്ത്. അവർ രണ്ടുപേരും സംസാരിക്കുന്നേയില്ല. ക്ലോക്കിൻ്റെ ആ ഒരു ശബ്ദം മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ. ആ സമയത്താണ് ഒരു എലി അവരുടെ സ്റ്റെയർ കേസിൽ കൂടി ഓടി നടക്കുന്ന കഠിനമായ ഒരു ശബ്ദം അവർ കേട്ടത്. അപ്പോൾ അതെന്താണ് എന്ന് നോക്കാമെന്ന് വിചാരിച്ച് മിസ്റ്റർ വൈറ്റ് കുറച്ച് തീപ്പെട്ടിയൊക്കെ കയ്യിലെടുത്ത് ഒരു തീപ്പെട്ടിയും കത്തിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അങ്ങനെ അദ്ദേഹം ആ പാസേജിൻ്റെ അടുത്ത് എത്തിയതും ആ തീപ്പെട്ടി അത് കത്തി തീർന്നു. അത് കത്തി തീർന്നു പോയി. അതിനുശേഷം അദ്ദേഹം അടുത്തത് എടുക്കാൻ തുടങ്ങുകയും ആ ഡോറിൽ ശക്തമായ മുട്ടൽ കേട്ടു. ആരോ മുട്ടുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മാച്ചസ് എല്ലാം, ആ തീപ്പെട്ടിക്കുള്ളിയെല്ലാം ആ ഫ്ലോറിൽ വീണു. വീണ്ടും വീണ്ടും മുട്ടുന്നത് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ആ ശബ്ദമെന്ന് മിസ്സസ് വൈറ്റ് ആ മുറിയിൽ നിന്ന് ഉറക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു എലിയാണ്, ഇതിങ്ങനെ സ്റ്റെയർസിലൂടെ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വീണ്ടും മുട്ടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് മിസ്സസ് വൈറ്റ് പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, അതെൻ്റെ മകനാണ്, ഹെർബർട്ടാണ് വന്നതെന്ന് പറയുന്നു. ഹെർബർട്ടാണ് വന്നതെന്നും അതിനാൽ തന്നെ പെട്ടെന്ന് വാതിൽ തുറക്കണമെന്നും മിസ്സസ് വൈറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഐ ഫോഗോട്ട് ഇറ്റ് വാസ് 2 മൈൽസ് അവേ. അവൻ 2 മൈൽസ് അകലെയായിരുന്നു കിടന്നിരുന്നത്. അതായത് 2 മൈൽ അകലെയായിരുന്നു ആ സെമിത്തേരി. അന്ന് ഞാൻ ഓർത്തില്ലല്ലോ അവൻ അവിടെ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവ് അവരെ തിരുത്തുകയാണ്, ദൈവത്തെ ഓർത്ത് വാതിൽ തുറക്കരുത്, അതിനോട് അകത്ത് വരാൻ അനുവദിക്കരുത് എന്ന് പറയുന്നു. അപ്പം മിസ്സസ് വൈറ്റ് വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മകനെ ഭയമാണോ? യു ആർ അഫ്രൈഡ് ഓഫ് യുവർ ഓൺ സൺ. ഞാൻ വരികയാണ്, ഞാൻ വന്ന് വാതിൽ തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിസ്സസ് വൈറ്റ് വാതിലിനടുത്തേക്ക് ഓടി. ആ സമയത്ത് വീണ്ടും വീണ്ടും വാതിലിങ്ങനെ മുട്ട് കേൾക്കുകയാണ്. അപ്പം മിസ്സസ് വൈറ്റിനെ എത്ര ശ്രമിച്ചിട്ടും അതിന് മുകളിലത്തെ ആ ഒരു കൊളുത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, ഇത് വന്ന് ഒന്ന് തുറന്നു തരൂ, എനിക്കിതെടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്തെല്ലാം ആ മങ്കിപ്പോ എവിടെയോ വീണ് കിടക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം മിസ്റ്റർ വൈറ്റ് അത് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം 2 വിഷ് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു വിഷിനുള്ള ചാൻസും കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് പകരം ആ തറ മുഴുവൻ അത് തപ്പിക്കൊണ്ടേയിരുന്നു. അവിടെയും എവിടെയും എല്ലാം അദ്ദേഹം നോക്കി. ആ സമയത്തെല്ലാം ബോൾട്ട് തുറക്കാനായിട്ട് മിസ്സസ് വൈറ്റ് ശ്രമിക്കുന്നു. ആ ഡോറിൽ പുറത്തുനിന്ന് ആരോ ശക്തമായി
ബോൾട്ടുമായിട്ട് മുട്ടുന്നുണ്ട്. ആ സമയത്ത് ആ ബോൾട്ട് അവസാനം മിസ്സസ് വൈറ്റ് തുറക്കാൻ ആയപ്പോഴേക്കും മങ്കി പോ അദ്ദേഹത്തിന് കണ്ടുകിട്ടുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ മൂന്നാമത്തെയും അവസാനത്തേതുമായ ആഗ്രഹം പറയുന്നു. അപ്പോൾ അതെന്ത് ആഗ്രഹമാണ് പറഞ്ഞതെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ ആഗ്രഹം ആ മങ്കി പോയോട് പറഞ്ഞു. ആ സമയം തന്നെ നമ്മുടെ മിസ്സസ് വൈറ്റ് വാതിൽ തുറക്കുകയും ചെയ്തു. പക്ഷേ നിരാശയിലുള്ള മിസ്സസ് വൈറ്റിൻ്റെ ഒരു വളരെ വലിയ ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ കേട്ടപ്പോൾ മിസ്റ്റർ വൈറ്റിന് അങ്ങോട്ട് ചെന്ന് നോക്കാനുള്ളൊരു ധൈര്യം വന്നു. അങ്ങനെ അദ്ദേഹം ആ വാതിലിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ വിജനമായ ഒരു റോഡ് മാത്രമാണ് കാണുന്നത്. അതായത് അവിടെ ആരും അവശേഷിച്ചിരുന്നില്ല, ആരും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ആഗ്രഹമെന്ന് പറയുന്നില്ല. എങ്കിലും ആ ഒരു ഡെഡ് ബോഡി വീണ്ടും അവിടെ ജീവനോടെ വരരുത് എന്നായിരിക്കാം. എന്തായാലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ആ റോഡ് വളരെ വിജനവും ശാന്തവുമായിട്ട് കിടന്നിരുന്നു.